സൂരജ് പാൽ അതിനൊരു ഗുമ്മില്ല. അതുകൊണ്ടാണ് ബോലെ ബാബ എന്നെല്ലാവരും വിളിക്കുന്നത്. ബോലെ ബാബയുടെ ഭാര്യ മാതാശ്രീ സംസ്ഥാന പോലീസിൽ ഒരു പോലീസുകാരനായി ജോലി ചെയ്ത ശേഷം ഒരാൾ ദൈവമായി മാറി ഏതാണ്ട് 35 ഏക്കറോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആശ്രമവും സ്ഥാപിച്ച് പട്ടിണിക്കാരും പരിവട്ടക്കാരുമായ ലക്ഷക്കണക്കിന് ആളുകളെ അവിടെ സമ്മേളിപ്പിച്ച് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പെരുകുന്ന സമൂഹത്തിൽ ബുൾഡോസറുകൾ ഇടിച്ച് പല കെട്ടിടങ്ങളും നികത്തുമ്പോഴും വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രാധാന്യം നൽകാത്ത നാടുകളിൽ കണ്ടുവരുന്ന ചില പ്രത്യേകതരം രോഗങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ദുരന്തത്തിൽ മരിച്ചത് 126 പേര് എന്നാണ് പറയുന്നത്. മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയും ഒന്നും ചെയ്യാനാവാത്ത ആംബുലൻസിൻ്റെ കാഴ്ചയും ഒക്കെ വളരെ ദയനീയമായ സ്ഥിതിയിലാണ്. അങ്ങ് കിലോമീറ്ററുകൾക്കപ്പുറത്ത് 25 ലക്ഷത്തിലധികം ആളുകൾ വന്നപ്പോൾ വെയിലേറ്റ് മരിച്ച ആളുകളുടെ എണ്ണം പറഞ്ഞ് വീഡിയോ ചെയ്ത് അവിടെ ഹമാസുകാർ ഇടിച്ചു കയറിയെന്ന് പറഞ്ഞ നമ്മുടെ ക്രിമി ചാനലും അതോടൊപ്പം തന്നെ സാമൂലച്ചായനും എല്ലാം കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഇത്തരമൊരു മനുഷ്യനിർമ്മിത ദുരന്തത്തിന് കാരണമായ ഈ ഭോലെ ബാബ എന്ന് പറയുന്ന ആൾ ആരാണെന്നുകൂടി എങ്ങനെ രാഷ്ട്രീയമായി സംരക്ഷിക്കപ്പെടുന്നെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 1990 വരെ പോലീസുകാരനായിരുന്നു ഭോലെ ബാബ. പേര് സൂരജ് പാൽ. അപ്പോഴാണ് അദ്ദേഹത്തിന് സ്വയം താനൊരു ജൈവിക സൃഷ്ടിയല്ല, പരമാത്മാവുമായി ബന്ധമുള്ള ആളാണ് എന്ന് തോന്നിയത്. അങ്ങനെ അദ്ദേഹം സ്വയം നാരായൺ സക്കർ ഹരി എന്ന പേര് സ്വീകരിച്ചു. പക്ഷേ നാരായൺ സക്കർ ഹരി എന്നൊക്കെ വിളിക്കുന്നത് അക്ഷരാഭ്യാസമില്ലാത്ത അനുയായികൾക്ക് പാടായതുകൊണ്ട് അവർ ഗുണ്ടു ബാബ, ബോണ്ട ബാബ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഭോലെ ബാബ എന്ന് വിളിച്ചു. ഭോലെ ബാബയുടെ ഭാര്യയുടെ പേര് മാതാശ്രീ എന്നാണ് അറിയപ്പെടുന്നത്. പട്യാലി തഹസിലിൽ കിഷൻഗഞ്ച് ജില്ലയിലെ ബഹദൂർ നഗർ എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ ഭോലെ ബാബയുടെ ആശ്രമമുള്ളത്. 33 ഏക്കർ വിസ്തൃതിയുണ്ട് ഈ ആശ്രമത്തിനെന്നാണ് പറയപ്പെടുന്നത്. ആ ആശ്രമത്തിനകത്ത് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് 90 വരെ ഒരു പോലീസ് കോൺസ്റ്റബിളായി ജീവിച്ച സൂരജ് പാൽ എന്ന് വിളിക്കുന്ന ഈ ഭോലെ ബാബ എന്ന് പറയുന്ന കള്ളൻ കഴിഞ്ഞുകൂടിയത്. നിരവധി ലൈംഗികാതിക്രമ കേസുകൾ ഭോലെ ബാബയുടെ പേരിലുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആൾ ദൈവങ്ങൾക്കൊരു കുറവല്ല, അതൊക്കെ ഒരു അലങ്കാരമാണ്. മധ്യ യുപിയിലും അതുപോലെ സമീപ പ്രദേശങ്ങളിലുള്ള ജില്ലകളിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ ആശ്രമത്തിലേക്ക് എത്തും. ഒരു ദിവസം വരുന്ന ആളുകളുടെ എണ്ണം 12,000 പേരാണത്രേ. ഇപ്പോൾ അത്രയും എൻട്രി ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് ബിവറേജസ് കോർപ്പറേഷന് മാത്രമേ ഉള്ളൂ. അത്രയും ആളുകളാണ് ഭോലെ ബാബയെ കാണാൻ വരുന്നത്. 60 വയസ്സ് വരെ ഭോലെ ബാബ വെള്ള പാൻറ്റും വെള്ള ഉടുപ്പും ഒക്കെ ഇട്ട് നല്ല കറുത്ത കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചാണ് അദ്ദേഹം ഇരുന്നത്. ഇപ്പം ഈ ബഹദൂർ വില്ലേജിൽ നിന്ന് അദ്ദേഹം ബിച്ചുവ എന്ന് പറയുന്ന മെയിൻപുരിയിലുള്ള വേറൊരു സ്ഥലത്തേക്ക് പോയി ഈ ആശ്രമം അതിൻ്റെ സെക്യൂരിറ്റിയും ബാക്കി സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്, അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. നിരവധി അകമ്പടിയോടെയാണ്, കാറ് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഏത് വാഹനത്തിലാണ് ഭോലെ ബാബ ഇരിക്കുന്നത് എന്നറിയാത്ത തരത്തിലാണ് അദ്ദേഹം അതിലൂടെ സഞ്ചരിക്കുന്നത്. അവിടെ ഭോലെ ബാബയുടെ വാഹനത്തിൻ്റെ ടയറ് പറ്റുന്ന മണ്ണും പൊടിയും പോലും വാരി തിന്നാൽ മോക്ഷം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളായ ഒരുപാട് മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അവിടെ എത്തുന്ന ചടങ്ങിൽ അദ്ദേഹത്തെ തൊടാൻ വേണ്ടി 50,000 പേർക്ക് അനുമതി വാങ്ങിച്ച സ്ഥലത്താണ് 1,00,000-ലധികം ആളുകൾ പങ്കെടുത്തു എന്നൊക്കെയാണ് നമ്മുടെ യോഗിയുടെ അഡ്മിനിസ്ട്രേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊക്കെ അവിടെ നടക്കുന്നത് ഇത് ഭോലെ ബാബ ആയതുകൊണ്ടും ഭോലെ ബാബയ്ക്ക് മറ്റ് ഭോലെ ബാബകളുമായി ബന്ധമുള്ളതുകൊണ്ടുമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോവിഡ് കാലത്ത് പോലും തബ്ലീഗ് കോവിഡെന്നും അല്ലാത്ത കോവിഡെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് വ്യാജ വീഡിയോകൾ സൃഷ്ടിച്ചപ്പോഴും ഈ ആശ്രമത്തിൽ ഒരു തടസ്സവുമില്ലാതെ ആരും പൂട്ടി താക്കോലെടുക്കാതെ സ്വതന്ത്രമായി ഭോലെ ബാബ ജീവിച്ച കഥകളൊക്കെയും ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഏതായാലും ഭോലെ ബാബ നീണാൾ വാഴട്ടെ, നീണാൾ വാഴട്ടെ.